ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മാക്രോണി മസാലയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാക്രോണി മസാലയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മാക്രോണി ചേർക്കാം. കുറച്ചധികം വെള്ളം തന്നെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. മാക്രോണി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇടാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കുന്നത് സവാള അരിഞ്ഞതാണ്. 1 സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. 1 പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ തക്കാളിയും ക്യാപ്സിക്കവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണാണ്. പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലധികം വെള്ളം ആവശ്യമില്ല. ഇത്ര മാത്രമേ ഗ്രേവി ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചീസാണ് ചേർത്തിട്ടുള്ളത്. ചീസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.